അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്സ് ഓഫ് അസസ്മെൻറ്റിലെ പ്രാക്ടിക്കൽ വർക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു ഫീൽഡായാലും, എഡ്യൂക്കേഷണൽ ഫീൽഡായാലും മെഡിസിൻ ഫീൽഡായാലും, ആ ഫീൽഡ് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്യണം. അത്തരത്തിൽ കുട്ടികളുടെ, അതായത് ലേണേഴ്സിൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് യൂസ് ചെയ്യാവുന്ന ടെക്നിക്സുകൾ പലതരത്തിലുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടെക്നിക്സാണ് പ്രാക്ടിക്കൽ വർക്ക്. അപ്പം നമുക്കിനി ആ പ്രാക്ടിക്കൽ വർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തുവാണെന്ന് നോക്കാം. പ്രാക്ടിക്കൽ വർക്ക് അഥവാ പ്രായോഗിക പ്രവർത്തനം. ഇറ്റ് മീൻസ് ടാസ്ക് ഇൻ വിച്ച് സ്റ്റുഡൻസ് ഒബ്സർവ് ഓർ മാനിപ്പുലേറ്റ് റിയൽ ഒബ്ജക്റ്റ് ഓർ മെറ്റീരിയൽസ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ പുതുതായിട്ടൊരു കാര്യം പഠിക്കുക, ആ കാര്യം നമ്മൾ തിയറിറ്റിക്കലായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാട്ടും നല്ലത് നമ്മളത് കണ്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ലേ. അതായത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതല്ലേ നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നത്. അത്തരത്തിൽ തിയറിറ്റിക്കലായിട്ട് പഠിച്ച കാര്യങ്ങൾ ലേണിംഗ് ബൈ ഡൂയിങ് ചെയ്ത് നോക്കുന്നു, അതായത് എക്സ്പെരിമെൻ്റൽ മെത്തഡിൽ ചെയ്ത് നോക്കുന്നതിനെയാണ് പ്രാക്ടിക്കൽ വർക്ക് എന്ന് പറയുന്നത്. ഈ തിയറിറ്റിക്കലായിട്ട് പഠിച്ച കാര്യങ്ങൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ റിയൽ ലൈഫിൽ അത് കറക്റ്റാണോ, ഈ തിയറി പഠിച്ചില്ലേ നമ്മളത്, അതപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ അത് കറക്റ്റ് തന്നെയാണോ എന്ന് നോക്കുന്നതാണ് ഈ പ്രാക്ടിക്കൽ വർക്കിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ തിയറിയും പ്രാക്ടിക്കലും എന്ന് പറയുന്നത് നമ്മുടെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശമായിട്ടാണ് പറയപ്പെടുന്നത്. ഈ പരീക്ഷണങ്ങളിലൂടെ അല്ലാതെ വിദ്യാർത്ഥികൾക്ക് റിയാലിറ്റി ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല, അത് അനുഭവിക്കാൻ പറ്റില്ല. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിലൂടെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ പ്രാക്ടിക്കൽ വർക്കിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ലബോറട്ടറി പറയാം. ലബോറട്ടറി തന്നെ നമ്മുടെ സയൻസ് ലാബുണ്ട്, കമ്പ്യൂട്ടർ ലാബുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ലബോറട്ടറികൾ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ BEd കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് SUPW ഉണ്ട്. ആ SUPW നമ്മുടെ ഒരു പ്രാക്ടിക്കൽ വർക്കിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്ക് ഈ പ്രാക്ടിക്കൽ വർക്ക് അഥവാ പ്രായോഗിക പ്രവർത്തനം നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, മോട്ടിവേറ്റ് പീപ്പിൾസ് ബൈ സ്റ്റിമുലേറ്റിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് എൻജോയ്മെൻറ്റ്. അതായത് ഈ പ്രാക്ടിക്കൽ വർക്ക് കുട്ടികളിൽ പഠനത്തോടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൂടുതൽ പഠനത്തോട് താല്പര്യം പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ടീച്ച് ലബോറട്ടറി സ്കിൽ. അതായത് കുട്ടികളിൽ ലബോറട്ടറി നൈപുണ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത, എൻഹാൻസ് ദ ലേണിംഗ് ഓഫ് സയൻറ്റിഫിക് നോളജ്. ശാസ്ത്രീയ അറിവുകൾ നേടുന്നത് മെച്ചപ്പെടുത്തുന്നുണ്ട്. അടുത്ത, ഗേവ് ഇൻസൈറ്റ് ഇൻ ടു സയൻറ്റിഫിക് മെത്തേഡ് ആൻഡ് ഡെവലപ്പ് എക്സ്പെർട്ടൈസ് യൂസിങ് ഇറ്റ്. അതായത് സയൻറ്റിഫിക് മെത്തേഡിനെ കുറിച്ച് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാവുകയും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ എക്സ്പെർട്ടൈസ് ആക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഡെവലപ്പ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് സച്ച് ആസ് ഓപ്പൺ മൈൻഡ്നെസ് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. അതായത് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ഈ പ്രാക്ടിക്കൽ വർക്ക് സഹായിക്കുന്നുണ്ട്. അടുത്ത, ഇറ്റ് ഫിക്സ് ലേണിംഗ് ടു ദ മൈൻഡ് ഓഫ് ദ പീപ്പിൾസ് ആസ് എ റിസൾട്ട് എവറിത്തിങ് ദാറ്റ് ദ പീപ്പിൾസ് ലേൺ ടു ബിക്കം പെർമനൻറ്റ്. അതായത് എക്സ്പെരിമെൻ്റ് മെത്തേഡും ഡെമോൺസ്ട്രേഷൻ മെത്തേഡിലൂടെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് കുട്ടികളിൽ ആ പഠിച്ച കാര്യങ്ങൾ എന്നും ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്ത, ഇറ്റ് സ്റ്റാറ്റിഫൈസ് ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് ക്യൂരിയോസിറ്റി, ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. കുട്ടികൾ കൂടുതലായിട്ട് അന്വേഷിക്കാനുള്ളൊരു ത്വര കൂടുകയും സർഗാത്മകമായിട്ടുള്ള, അതായത് ക്രിയേറ്റിവിറ്റി സ്വന്തമായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവ് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ വർക്ക് കൊണ്ട് സാധിക്കുന്നുണ്ട്. അടുത്ത, ഇറ്റ് പ്രൊവൈഡ്സ് ട്രെയിനിങ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ് ആൻഡ് ഇക്വലേറ്റ്സ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് അമോങ് സ്റ്റുഡൻസ്. അതായത് ഈ ശാസ്ത്രീയ രീതികളിൽ പരിശീലനം നൽകുകയും വിദ്യാർത്ഥികളിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തത് പറഞ്ഞാൽ ഇറ്റ് ഡെവലപ്സ് മെനി സോഷ്യൽ ഡിസേബിൾ ഹാബിറ്റ്സ്. അതായത് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള പല നല്ല ശീലങ്ങളും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ വർക്കിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലബോറട്ടറി വർക്ക് അഥവാ ലബോറട്ടറി വർക്ക് നൽകുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, മേക്കിംഗ് അബ്സ്ട്രാക്ട് സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് കോൺക്രീറ്റ്. എന്ന് വെച്ചാൽ ഈ സാങ്കല്പികമായിട്ടുള്ള തിയററ്റിക്കലായിട്ടുള്ള പല ശാസ്ത്രീയ ധാരണകളും വ്യക്തി ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കി മാറ്റുക എന്നത് ഈ ലബോറട്ടറി വർക്കിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് നമുക്ക് പറയാം. അടുത്ത, ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ. അതായത് ഈ ശാസ്ത്രീയമായിട്ടുള്ള ആശയങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്ത, ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് സ്കിൽ, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് ആൻഡ് അപ്രിസിയേഷൻ. ഈ സയൻറ്റിഫിക് സ്കില്ലും ആറ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തത്, ട്രെയിനിങ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ്. ശാസ്ത്രീയ രീതികളിൽ പരിശീലനം നൽകുന്നുണ്ട്. അടുത്ത, അവേക്കിങ് ദ മെയിൻ്റെനൻസ് ഓഫ് ക്യൂരിയോസിറ്റി ഇൻ ദ
എൻവിയോൺമെൻറ്റായിട്ട് കൂടുതൽ ഇൻട്രാക്റ്റ് ആകുമ്പോൾ അതിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അടുത്ത ഹാൻഡ് ഓൺ ആക്ടിവിറ്റി സപ്പോർട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രാക്ടിക്കൽ സ്കിൽ ആൻഡ് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് സയൻറ്റിഫിക് കോൺസെപ്റ്റ് ആൻഡ് ഫിനോമിന. അതായത് ശാസ്ത്രീയമായിട്ടുള്ള പ്രാക്ടിക്കൽ വർക്ക് കൈകാര്യം ചെയ്യുമ്പോൾ നോളജ് സാധാരണമായിട്ടുണ്ടാവുകയും അത് ശാസ്ത്രീയമായിട്ടുള്ള പല ആശയങ്ങളും സംഭവങ്ങളും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് ഇസ് ദ വൺ ഓഫ് ദ കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ് സയൻസ്. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ബൈ ഡൂയിങ് എക്സ്പെരിമെൻറ്റേഷൻ. അതായത് ലേണിംഗ് ബൈ ഡൂയിങ്, നമ്മൾ ഒരു കാര്യം ചെയ്ത് പഠിക്കുക എന്നതാണ് നമുക്ക് പെട്ടെന്ന് നോളജ്, ആ ഒരു അറിവ് നമ്മുടെ മനസ്സിൽ നിൽക്കാൻ സഹായിക്കുന്നത്. അത്തരത്തിൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്നത് ഒരു ശാസ്ത്രീയ പഠനത്തിൻ്റെ പ്രധാന പ്രിൻസിപ്പിളായിട്ടാണ് കാണുന്നത്. അത് എക്സ്പെരിമെൻറ്റിലൂടെ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് ലബോറട്ടറി അഥവാ വിവിധതരം ലാബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സയൻസ് ലാബ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തിയറിറ്റിക്കലായിട്ടുള്ള കാര്യം എക്സ്പെരിമെൻറ്റിലൂടെയും അഥവാ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിലൂടെയും ആ തിയറി റിയൽ ലൈഫിൽ കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്രാക്ടിക്കൽ വർക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൂൾസും ടെക്നിക്സും എക്യുപ്മെൻറ്റ്സും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ലാബും ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പം അതിനകത്ത് ഫസ്റ്റാണ് സയൻസ് ലാബ്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഫെസിലിറ്റി വെയർ എക്സ്പെരിമെൻ്റ് ആർ ഡൺ ടിപ്പിക്കലി കണ്ടെയ്ൻഡ് എക്യുപ്മെൻറ്റ് സ്പീക്കർ ബേണർ ആൻഡ് അതർ ടൂൾസ്. അതായത് ഈ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സയൻസ് ലാബ്. അപ്പോൾ ഇവിടെ ബീക്കർ, ബർണർ, എക്യുപ്മെൻറ്റ്സ് അങ്ങനെ കുറേ സാമഗ്രികളുണ്ടായിരിക്കും. സയൻസ് വിഭാഗത്തിൽ പ്രധാനമായിട്ട് 3 സബ്ജക്റ്റാണുള്ളത്. എന്താണ്? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും. ഈ ഓരോ സബ്ജക്റ്റും നമ്മൾ മനുഷ്യരുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട്. ഓരോ വിഷയത്തിനും ഓരോ സബ്ജക്റ്റിനും പ്രത്യേക ലാബുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സുവോളജി ലാബ്, ബോട്ടണി ലാബ്, അങ്ങനെ ഓരോ വിഷയങ്ങൾക്കും ഓരോ ലാബുകളുണ്ട്. ഇപ്പം വിദ്യാർത്ഥികൾ ആ ഒരു തിയറി പ്രായോഗികമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും അത് കൂടുതലായിട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ സയൻസ് ലാബ് ഉപയോഗിക്കുന്നത്. അടുത്ത രണ്ടാമത്താണ് കമ്പ്യൂട്ടർ ലാബ്. കമ്പ്യൂട്ടർ സേവനം നൽകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കമ്പ്യൂട്ടർ ലാബ്. ഇന്നത്തെ ഈ മോഡേൺ ജനറേഷൻ കമ്പ്യൂട്ടറിനെയും ഇൻ്റർനെറ്റിനും വലിയ പങ്കുണ്ട്. ഇൻ്റർനെറ്റ് യുഗമാണെന്നാണല്ലോ നമ്മളിപ്പോൾ അറിയപ്പെടുന്നത്. സ്കൂൾ, കോളേജ്, ബാങ്ക്, ഹോസ്പിറ്റൽ, മാൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും അവരുടെ ജോലിക്കായിട്ട് കമ്പ്യൂട്ടർ ആവശ്യമാണ്. വിദ്യാർത്ഥികളുടെ നല്ലൊരു ഫ്യൂച്ചറിനും തൊഴിൽ ജീവിതത്തിനും കമ്പ്യൂട്ടർ ടെക്നോളജി നല്ലതാണ്. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ ടെക്നോളജി തൊഴിലവസരം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മാത്സ് ലാബിനെ കുറിച്ചാണ്. അതായത് ഈ കുട്ടികൾക്ക് ഈ മാത്തമാറ്റിക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ് പഠിക്കാനും അവയെക്കുറിച്ച് അന്വേഷിക്കാനും വിവിധ പ്രവർത്തനങ്ങളിലൂടെയും ഈ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയൊക്കെ ഈ മാത്സ് ഫാക്ട്സും സിദ്ധാന്തങ്ങളും ഒക്കെ പരിശോധിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മാത്തമാറ്റിക്സ് ലാബ്. അവിടെ ആണെങ്കിൽ പസിലുകളും പഠനോപകരണങ്ങളുടെയൊക്കെ ശേഖരമുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനൊരു എക്സ്പെരിമെൻറ്റിലൂടെ അവർക്ക് കൂടുതൽ ആ മാത്സ് എന്ന സബ്ജക്റ്റിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും അവർ കൂടുതൽ ഈ പഠനത്തോട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മാത്സ് ലാബ് കൊണ്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട 3 ലബോറട്ടറികൾ. അടുത്തായിട്ട് നമുക്ക് പ്രാക്ടിക്കൽ വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്ത് പഠിക്കുന്നു. അതായത് കുട്ടികൾക്ക് ആശയങ്ങൾ സ്വയം പരിശോധിച്ച് അവർ സ്വന്തമായിട്ട് ഓരോരോ പുതിയ ആശയങ്ങൾ കണ്ടെത്തി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം പ്രാക്ടിക്കൽ വർക്ക് നൽകുന്നു. അടുത്തത് സയൻറ്റിഫിക് നോളജ് ആൻഡ് സയൻറ്റിഫിക് ഔട്ട്ലുക്ക്. അതായത് ലബോറട്ടറിയുടെ കൂടുതൽ അനുഭവങ്ങൾ, ശാസ്ത്രീയ തത്വങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തത് ഹാൻഡ്ലിംഗ് ഒബ്ജക്റ്റ്. ഈ സയൻസ് ലാബിൽ ഓരോ എക്യുപ്മെൻറ്റ്സും ടൂൾസും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നു. അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് ഗുഡ് ഹാബിറ്റ്സ്, ചിന്തിക്കാനും ഓരോ കാര്യങ്ങൾ യുക്തിപരമായിട്ട് ആ ഒരു കാര്യങ്ങൾ നിരീക്ഷിക്കാനും ഓരോ കാര്യങ്ങളിൽ പ്രോബ്ലം സോൾവിങ് സ്വന്തമായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശീലം, ഒരു ഹാബിറ്റ് കുട്ടികളിൽ ഉണ്ടാക്കുന്നു. അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ആവുന്നുണ്ട്. അടുത്ത മോട്ടിവേഷൻ. അതായത് പ്രാക്ടിക്കൽ വർക്ക് കുട്ടികളിൽ കൂടുതൽ ഇൻട്രസ്റ്റ്, എൻജോയ്മെൻ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവർ കുട്ടികൾ കൂടുതൽ മോട്ടിവേറ്റ് ആവുന്നുണ്ട്. അടുത്ത റോൾ ഇൻ റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. അതായത് ഈ കൂടുതൽ വലിയ ഹയർ സ്റ്റഡീസിനും കൂടുതൽ ഈ റിസർച്ചിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഈ കഴിവ്, നോളജ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ഈ പ്രാക്ടിക്കൽ വർക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ്. അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് പ്രാക്ടിക്കൽ വർക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, അലോ സ്റ്റുഡൻറ്റ് ടു ഡെമോൺസ്ട്രേറ്റ് ആൻഡ് പ്രാക്ടീസ് നോളജ് ആൻഡ് സ്കിൽ. അതായത് ഈ പ്രാക്ടിക്കൽ വർക്ക് കുട്ടികൾക്ക് അവരുടെ അറിവുകളും കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനും
അഭ്യസിക്കാനും വേണ്ടിയിട്ടൊരു അവസരം ഉണ്ടാക്കുകയാണ്. കാരണം ആ കുട്ടികൾ ലേണിംഗ് ബൈ ഡൂയിങ് ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ സ്വന്തം കഴിവുകൾ എങ്ങനെയാണെന്നും അവരുടെ ആ എന്തൊക്കെ പരിമിതി ഉണ്ടെന്നും ഒക്കെ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മാനുവൽ സ്കിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് കഴിയുന്നുണ്ട്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഈ തിയറിയും പ്രാക്ടിക്കലും തമ്മിലുള്ള ഒരു റിലേഷൻ കുട്ടികളിലുണ്ടാകുന്നുണ്ട്. അടുത്തത് ഈ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ് കൈകൊണ്ട് ചെയ്യാനുള്ള ഒരു പരീക്ഷണ നൈപുണ്യമായിട്ട് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിലൂടെ ലഭിക്കുന്ന ആ നോളജ് എന്ന് പറയുന്നത് ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കും. കാരണം ആ ഡെമോൺസ്ട്രേറ്റും ആ എക്സ്പെരിമെൻറ്റും ഒക്കെ ചെയ്ത് പഠിക്കുന്നതിലൂടെ ആ ഒരു അറിവ് എപ്പോഴും മൈൻഡിൽ നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ തിയറി കാണാതെ പഠിച്ച് എഴുതുമല്ലോ, നമ്മൾ ആ ഒരു കാര്യം കണ്ടു പഠിക്കുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇതിലൂടെ ലഭിക്കുന്ന നോളജ് ദീർഘകാലം നിലനിൽക്കുന്നു. അപ്പം ഇത്രയാണ് പ്രാക്ടിക്കൽ വർക്കിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രാക്ടിക്കൽ വർക്ക്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. എന്ന് വെച്ചാൽ ഈ ഒരു പ്രവർത്തനത്തിന് കൂടുതൽ സമയം എടുക്കും. കാരണം ഓരോ എക്സ്പെരിമെൻറ്റ് ആ ഒരു തിയറി പ്രാക്ടിക്കലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈം വേണം. അപ്പോൾ ഇതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. രണ്ടാമത്, റിസ്ക് ഓഫ് എക്യുറൻസ് ഓഫ് ആക്സിഡൻറ്റ്. അത് അപകടങ്ങൾ സംഭവിക്കാൻ കൂടുതൽ ടെൻഡൻസി ഉണ്ട്. ഇപ്പം കെമിസ്ട്രി ലാബിലൊക്കെ തന്നെ ആസിഡ് തമ്മിലുള്ള എക്സ്പെരിമെൻ്റൊക്കെ നടത്തുമ്പോൾ നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധിക്കുന്നു. അടുത്തത് എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ ഈ ലാബിലുണ്ടാകുന്ന ടൂൾസിനും എക്യുപ്മെൻസിനും ഒക്കെ കൂടുതൽ കോസ്റ്റ്ലി ആയിരിക്കും. അടുത്ത, ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ്, അതായത് വിഭവങ്ങളുടെ കുറവ് ഉണ്ടായിരിക്കും. അടുത്ത, ഈ പ്രൈമറി മിഡിൽ സ്കൂളുകളിലൊന്നും ഇതൊരു പ്രാക്ടിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇത്രയാണ് പ്രാക്ടിക്കൽ വർക്കിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അടുത്ത നമ്മൾ അവസാനമായിട്ട് പ്രാക്ടിക്കൽ വർക്കിൽ റിസർച്ച് മേഖലയിൽ റെലവൻസ് എന്തൊക്കെയാണെന്നാണ്. റെലവൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് റിസർച്ച്. ഫസ്റ്റ് പോയിന്റ്, ഹെൽപ്പ് ഇൻ ടെസ്റ്റിംഗ് ആൻഡ് വെരിഫൈ തിയറീസ്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ തിയറീസൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത, പ്രൊവൈഡ്സ് പ്രാക്ടിക്കൽ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. പ്രായോഗിക അറിവും അനുഭവവും നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രാക്ടിക്കൽ വർക്ക് റിസർച്ച് ഫീൽഡിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത, ഡെവലപ്പ് ഒബ്സർവേഷൻ ആൻഡ് അനലിറ്റിക് സ്കിൽ. നിരീക്ഷണ ശേഷിയും വിശകലന ശേഷിയൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. അടുത്ത്, ഇംപ്രൂവ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. എന്ന് വെച്ചാൽ ഈ പ്രശ്ന പരിഹാര ശേഷി ഉണ്ടാകുന്ന ഒരു പ്രശ്നം കണ്ടെത്തി അവ ശാസ്ത്രമായിട്ട് പരിഹരിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാകുന്നു. അടുത്ത, ഹെൽപ്പ് ഇൻ കളക്റ്റീവ് ആക്യുറേറ്റ് ഡേറ്റ ആൻഡ് എവിഡൻസ്. കൃത്യമായ ഡാറ്റയും തെളിവുകളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡും സയൻറ്റിഫിക് ക്രിയേറ്റിവിറ്റിയൊക്കെ മോട്ടിവേറ്റ് ആവുന്നുണ്ട്. അത് പുതിയ ആശയങ്ങൾ മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തത്, ഈ ശരിയായിട്ടുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പ്രാക്ടിക്കൽ വർക്ക്. അടുത്തത്, ഈ ശാസ്ത്രീയമായിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ വർദ്ധിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, പ്രൊമോട്ട്സ് ഇന്നോവേഷൻ ആൻഡ് ന്യൂ ഡിസ്കവേഴ്സ്. എന്ന് വെച്ചാൽ ഈ പുതിയ കണ്ടെത്തലുകളെയൊക്കെ പ്രോത്സാഹിക്കുന്നുണ്ട്. അടുത്തത്, ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് സംഭാവന നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രാക്ടിക്കൽ വർക്കിൻ്റെ റിലവൻസ് എന്ന് പറയുന്നത്.